ഫ്രണ്ട്സ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വാക്കൻസിയാണ് അതിലേക്ക് വിളിച്ചിരിക്കുന്നത്. വാക്കൻസി നമ്പറൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വിവിധ കാറ്റഗറിയിൽ വാക്കൻസികളുണ്ട്, വിവിധ ക്വാളിഫിക്കേഷനുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും പെർമനന്റ് വാക്കൻസിയാണ്. അത്യാവശ്യം നല്ല സാലറിയും ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ കാര്യങ്ങൾ ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് വീഡിയോസുകൾ സെലക്ട് ചെയ്താൽ റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണുന്ന വീഡിയോ ഉണ്ട്, അതുപോലെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ ഉണ്ടാവും. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് എയർപോർട്ട് ജോബ്സ്, അതുപോലെ വർക്ക് ഫ്രം ഹോം ജോബ്സ് തുടങ്ങിയിട്ടുള്ള മറ്റു വാക്കൻസിയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മെമ്പേഴ്സ് ഓൺലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിന് ഒരു സപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം യൂട്യൂബിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അത് എടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടും അത് മാത്രം കാണണമെങ്കിൽ അങ്ങനെയും കാണാം, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്താൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടും. പിന്നെ യൂട്യൂബിൻ്റെ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. നമുക്ക് ഓരോ പോസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിലുള്ള കാറ്റഗറിയാണ്. സെയിം നോട്ടിഫിക്കേഷനിലാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കണ്ട് കാണാം. ഈ ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ്, മീൻസ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ഓട്ടോണമസ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഈ പോസ്റ്റൊന്നും നമുക്ക് ഓപ്പൺ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അക്കൗണ്ട്സ് ഓഫീസർ ഉണ്ട്, ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് കണ്ടോ, MCOM അല്ലെങ്കിൽ MBA ആണ് വേണ്ടത്. 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, എക്സ്പീരിയൻസ് ഇല്ലാത്ത പോസ്റ്റ് കൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഇവിടെ ഇത് കണ്ടോ, ഡെപ്യൂട്ടേഷൻ ആണ്. ഇത് ഡെപ്യൂട്ടേഷൻ ആണ്, അതുകൊണ്ടാണ് ഇത് സ്കിപ്പ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളിൽ അവിടെ എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അത് ത്രൂ അപ്ലൈ ചെയ്യാനുള്ള വാക്കൻസിയാണ്, അവരെയാണ് അത് എടുക്കുക. ഇപ്പോൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നമുക്ക് അപ്ലൈ ചെയ്യുന്ന വാക്കൻസിയാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. പേ ലെവൽ 6 ആണ്. 35,400 മുതൽ 1,12,400 ആണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. പിന്നെ സെൻട്രൽ എംപ്ലോയീസിന് കിട്ടുന്ന ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. വയസ്സ് മാക്സിമം ഏജ് ലിമിറ്റ് ആണ് 30 വയസ്സിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്താണ് റിസർവ്ഡ് വാക്കൻസി ഉണ്ട്, അതിലേക്ക് നിങ്ങൾ അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്, ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ്. അത്യാവശ്യം നല്ല സ്കെയിലും ഉണ്ട്. അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് പേ ലെവൽ 6 ആണ്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഡെപ്യൂട്ടേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നില്ല, ഇതിൻ്റെ ഡെപ്യൂട്ടേഷനാണ്. അടുത്തത് നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ആണ്. ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലേക്ക് MSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ് കേട്ടോ. ഇനി അതുപോലെ അക്കൗണ്ടന്റ് ഉണ്ട്. ഇതിൽ പേ ലെവൽ 6 ആണ് ഇതും വരുന്നത്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ നിങ്ങൾക്ക് BA അല്ലെങ്കിൽ BBA കഴിഞ്ഞവർക്ക് അപ്ലൈ BCom അല്ലെങ്കിൽ BBA കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. 30 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ബഡ്ജറ്റ് അതുപോലെ അക്കൗണ്ട്സ് ഇൻ സെൻട്രൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓട്ടോണമസ് അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രിയിലൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ സ്കില്ലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി MCOM MBA ഒക്കെ ഉണ്ടെങ്കിൽ അവർ കുറച്ചും പാടെ ഈ ഒരു പോസ്റ്റിന് സ്യൂട്ടബിൾ ആണെന്നുള്ളതാണ് കേട്ടോ. അത് ഡിസൈറബിൾ ആണ്, നിർബന്ധമല്ല. ഓക്കെ, എസെൻഷ്യലി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് ആണ്, ബയോകെമിസ്ട്രി ആണ്. പേ ലെവൽ 6 തന്നെയാണ് ഇതിന് വരുന്നത്. 30 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ് കേട്ടോ. ഡെപ്യൂട്ടേഷൻ നമ്മൾ പറയുന്നതില്ല, അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ബയോകെമിസ്ട്രിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ അടുത്തത് മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് സുവോളജി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സുവോളജിയിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. 30 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് മൈക്രോബയോളജി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മൈക്രോബയോളജിയിൽ BSc മൈക്രോബയോളജി ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 30 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് റിസർച്ച് അസിസ്റ്റന്റ് ആണ്, മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെഡിസിനൽ പ്ലാന്റിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 1 ഇയർ റിസർച്ച് എക്സ്പീരിയൻസ് കൂടെ എക്സ്ട്രാ വേണം എന്നുള്ളതാണ് കേട്ടോ. 30 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് യോഗ ഇൻസ്ട്രക്ടർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് യോഗയിലുള്ള ഡിഗ്രിയാണ്, ഗ്രാജുവേഷൻ ആണ് വേണ്ടത്. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനും
പ്ലസ് എന്താണ് യോഗയിലുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. യോഗ എഡ്യൂക്കേഷനിലോ യോഗ സ്റ്റഡീസിലോ യോഗ സയൻസിലോ ഉള്ള ഇതിലേതെങ്കിലും ഉള്ള 1 ഇയർ ഡ്യൂറേഷനുള്ള ഒരു ഡിപ്ലോമ ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇതാണ്, ജസ്റ്റ് നിങ്ങൾക്ക് യോഗയിലുള്ള ഡിഗ്രി ഉണ്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും പ്ലസ് എന്താണ് യോഗ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യോഗ സ്റ്റഡീസ് അല്ലെങ്കിൽ യോഗ സയൻസിലുള്ള 1 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് മാത്രം പോരാ, 1 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്ലസ് എന്താണ് പ്രാക്ടിക്കൽ എബിലിറ്റി വേണം നമുക്ക് ഈ പറയുന്ന യോഗ പ്രാക്ടീസൊക്കെ പെർഫോം ചെയ്യാനുള്ള കേട്ടോ. അതിനുള്ള ശാരീരിക ഒരു ക്ഷമത അല്ലെങ്കിൽ അതിനുള്ള മെയ്വഴക്കൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിൽ നമുക്ക് ചോയ്സ് ഉണ്ട്, 2ഉം 3ഉം അതിൻ്റെ കൂടെ നിർബന്ധമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി അടുത്ത ജൂനിയർ മെഡിക്കൽ റെക്കോർഡ് ഓഫീസറാണ്. ഇതിൻ്റെയും പേ ലെവൽ 5 ആണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. BSc മെഡിക്കൽ റെക്കോർഡ്സ് നിങ്ങൾ സ്പെഷ്യലൈസേഷനോട് ബാച്ചുലർ സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ +2 സയൻസ് എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് +2 സയൻസിൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് 6 മാസം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് കീപ്പിങ്ങിലുള്ള 6 മാസം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. അത് മാത്രം പോരാ, 3 വർഷത്തെ എക്സ്പീരിയൻസും വേണം. മെഡിക്കൽ റെക്കോർഡ് കീപ്പിങ്ങിലുള്ള മിനിമം 100 ബെഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലുള്ള എക്സ്പീരിയൻസും വേണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് വേണ്ടത് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡിലുള്ള BSc ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് വെച്ചിട്ട് ഇനി അതിന് പകരമായിട്ട് നിങ്ങൾക്ക് +2 സയൻസ് കഴിഞ്ഞവരാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 6 മാസം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ മെഡിക്കൽ റെക്കോർഡ് കീപ്പിംഗിൽ ചെയ്തിട്ടുണ്ട്. പ്ലസ് നിങ്ങൾക്ക് എന്താണ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഓഫീസ് ആപ്ലിക്കേഷൻ, മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതുപോലെ സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ, ടൈപ്പിംഗ് സ്പീഡ് ഇംഗ്ലീഷിൽ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് സ്പീഡും പാട് അതിൻ്റെ കൂടെ വേണം. MS ഓഫീസും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ് പെർ, അത് നമുക്ക് നിർബന്ധമല്ല, ഇംഗ്ലീഷിലോ ഒരു ഹിന്ദിയിലോ ഉള്ള ടൈപ്പിംഗ് ഏതെങ്കിലും ഒന്നും മതി കേട്ടോ. അതും പാട് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് നമ്മൾ ജൂനിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട യോഗ്യത +2 ആണ്, സയൻസ് ആയിരിക്കണം എന്നുള്ളതാണ് +2. പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിലുള്ള ഡിപ്ലോമയാണ് വേണ്ടത് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. 21-30 വയസ്സ് വരെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പേ ലെവൽ 5 ആണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് പഞ്ചകർമ്മ ടെക്നീഷ്യൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. ഈ പറയുന്ന പഞ്ചകർമ്മയിലുള്ള മിനിമം 1 ഇയർ ഡ്യൂറേഷനുള്ള പഞ്ചകർമ്മയിലുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് കോഴ്സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 30 വയസ്സ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് അതിന് കൂടെ 5 ഇയർ എക്സ്പീരിയൻസും കൂടെ വേണം കേട്ടോ, ആയുർവേദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള. പിന്നെ നമുക്ക് അടുത്തത് സ്റ്റോർ കീപ്പർ ആണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ 12, അതായത് +2 ആണ് പാസ്സായിരിക്കേണ്ടത്. +2 നിങ്ങൾ സയൻസ് തന്നെ വേണമെന്നില്ല, അതായത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് ഏതായാലും കുഴപ്പമില്ല, ഇനി സ്ട്രീമാണ്. +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ടൈപ്പിംഗ് സ്പീഡ്, ഇംഗ്ലീഷിൽ ഒരു 30 വേർഡ് പെർ മിനിറ്റിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഹിന്ദി വേണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് മതി, അവരുടെ കൺഫ്യൂഷൻ വേണ്ട. പിന്നെ അതിൻ്റെ കീ ഡിപ്രഷൻ പെർ അവരൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ആ ടൈപ്പിംഗ് സ്പീഡിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് +2 വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു വേക്കൻസിയാണ് സ്റ്റോർ കീപ്പർ. ജസ്റ്റ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായാൽ മതി, സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ നമുക്കൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ആ ടൈപ്പിംഗ് സ്പീഡ് നമുക്ക് വേണം. ഇനി ലാബ് അറ്റൻഡൻ്റ് ആണ്. ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 2 ഇയർ ഡ്യൂറേഷനുള്ള മെഡിക്കൽ ലാബ് ടെക്നോളജിയിലുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അതെങ്കിൽ +2 സയൻസ്, നിങ്ങൾ +2 ബയോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലാബ് അറ്റൻഡറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് എന്ത് വേണ്ട, മെഡിക്കൽ ലാബ് ടെക്നോളജിയുടെ ഡിപ്ലോമയുടെ ആവശ്യമില്ല. +2 സയൻസ് ബയോളജി പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് യാതൊരു എക്സ്പീരിയൻസും വേണ്ട. അപ്പോൾ ഇത്രയാണ് വേക്കൻസി ഡീറ്റെയിൽസും കാര്യങ്ങളും. വേക്കൻസി നമ്മളിതിൽ കാണിച്ചിട്ടില്ല. വേക്കൻസി ഇതാണ്, ഇവിടെ കാണാം. 17 ജനുവരിയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ വേക്കൻസി. ഓക്കെ, അപ്പോൾ ഇവിടെ ചില വേക്കൻസി കാണാം. ജൂനിയർ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ കാണാം, ഡെപ്യൂട്ടേഷൻ ഫെയിലിംഗ് വിച്ച് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഡെപ്യൂട്ടേഷനിലൂടെ നടന്നിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ ആളെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ നോക്കാൻ നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ UR എന്ന് പറയുന്നത് ജനറൽ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ റിസർവ്ഡ് വേക്കൻസിൻ്റെ OBCൻ്റെ അത് അവിടെ കാണിക്കും. ഓക്കെ, EWSൻ്റെ അതാണ് കാണിക്കും. അങ്ങനെ റിസർവ്ഡ് വേക്കൻസി കാണിക്കുകയാണെങ്കിൽ അതത് കാൻഡിഡേറ്റ്സ് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ മാത്രമേ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ പേ ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ നോക്കാം. ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇതിൻ്റെ മറ്റെന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഇതിലേക്ക്. ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് ലെവൽ 10 പോസ്റ്റ് ഉണ്ടാവുമല്ലോ, ഗ്രൂപ്പ് A കാറ്റഗറിയിലുള്ള പോസ്റ്റാണ് ലെവൽ 10. അതിലേക്ക് നമുക്ക് ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 1000 രൂപയും SC ST ആണ് 500 രൂപയാണ് കൊടുക്കേണ്ടത്.
ഇനി ഗ്രൂപ്പ് ബി ആൻഡ് സി ലെവൽ 9 എന്ന് പറയുന്ന പോസ്റ്റും അതിന് താഴെയുള്ള പോസ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? 500 രൂപ ജനറൽ OBC EWS, SC ആണെങ്കിൽ 250 രൂപ. പിന്നെ ശാരീരികമായ പ്രശ്നങ്ങളുള്ള PWBD കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, ഡിസബിലിറ്റി ഉള്ള അങ്ങനെയുള്ളവർക്ക് ഫീ വേണ്ട. അതുപോലെ ഡെപ്യൂട്ടേഷനിൽ അപ്ലൈ ചെയ്യുന്നവർക്കും ഫീ വേണ്ട. ഏജ് റിലാക്സേഷൻ ഞാൻ പറഞ്ഞു, റിസർവ്ഡ് വാക്കൻസി ഉണ്ട്, അതിലേക്ക് മാത്രമേ നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുള്ളൂ. SC OBC കാൻഡിഡേറ്റ്സ് ജനറൽ വാക്കൻസി, അൺറിസർവ്ഡ് വാക്കൻസി അല്ലെങ്കിൽ ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ യാതൊരു ഏജ് റിലാക്സേഷൻ കിട്ടില്ല. SC ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ടാബിലർ കാണാം. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തരാം. പിന്നെ നിങ്ങൾക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ അതിൻ്റെ ഫോർമാറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിൻ്റെ തരാക്കി കാറ്റഗറി സർട്ടിഫിക്കറ്റിലായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്ക് വരും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 3 ആണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നമുക്ക് മാർച്ച് 3 ആണ്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നോട്ടിഫിക്കേഷൻ യെസ് ഇതിൽ നോക്കാം, മാർച്ച് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 3. നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം ഉണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടലിലേക്ക് വരും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം വെൽക്കം ടു റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എന്നൊക്കെ അതിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, സൈനിങ് ചെയ്യാനുള്ള സംഭവമാണ് വന്നത്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഇല്ല, ഇവിടെ കാണാൻ യെല്ലോ കളറിൽ സൈനപ്പ് എന്നാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മെയിൽ ഐ ഡിയും നമ്മൾ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.